ശബരിമല കയറിയ തനിക്കെതിരെ വധഭീഷണിയുണ്ടെന്ന് കാട്ടി ചിഞ്ചുറാണി നൽകിയ പരാതിയിൽ നടപടിയെടുത്ത് സുപ്രീം കോടതി. ചിഞ്ചുറാണിക്കും കുടുംബത്തിനും സംരക്ഷണം നൽകാൻ സുപ്രീം കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമൂഹ മാധ്യമങ്ങളിലൂടെയും നേരിട്ടും ഭീഷണിയുണ്ടെന്ന് കാട്ടി സംരക്ഷണം ആവശ്യപ്പെട്ട് ചിഞ്ചുറാണി സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് കോടതി. ചിഞ്ചുറാണി അവിടെ ഒരു കാലേ. എന്താ സാറേ ചിഞ്ചുറാണിയെ കുറിച്ചൊക്കെ പറയുന്നേ? അല്ലമായേ, നിനക്കും വല്ല മരവോ മലയോ ഒക്കെ കേറി സാഹസികത കാണിച്ച് ഫേമസ് ആയി ജീവിച്ചൂടെ? എന്റെ കഥ സാറിനറിയാലോ. സാറേ, എൻ്റെ മോളുടെ കല്യാണമാണ് അടുത്ത മാസം 10-ാം തീയതി. സാറും കുടുംബം വരണം. എടോ, തനിക്ക് ഇത്രയും പ്രായമായ മോളുണ്ടോ? ഞങ്ങള് സാറിനെ പോലല്ല, പണിയൊക്കെ നേരത്തെ തീർത്തു വെച്ച്. അതെങ്ങനാ, ജീവിതകാലം മുഴുവൻ നൈറ്റ് ഡ്യൂട്ടി അല്ലയോ. എന്നോ ഒരു ലീവ് കിട്ടി, അന്ന് അതങ്ങ് സംഭവിച്ചു, ഇല്ലയോ സാറേ? എടോ, സന്തോഷിക്കാൻ 50,000 ഒന്നും വേണ്ട, ഒന്നു മതി. ഇത്തിരി വൈകിയാണെങ്കിലും ദൈവം തന്നത് ഒരു പൊന്നിനെയാ. അതുകൊണ്ടാണല്ലോ പ്രൊമോഷൻ കിട്ടിയിട്ടും സാറ് ഭാര്യനെയും ചെക്കനെയും വിടാതെ ഈ പാളയത്ത് തന്നെ കൂടണത്, അല്ല സാറേ? ആ ഹലോ, പാളയം. ഒരു സുലൈമാനി. ബാബേട്ടാ, ഒരു സുലൈമാനി. സാർ എവിടെ നിന്നാ? ഞാൻ കുറച്ച് ദൂരേന്നാ. എന്താ ഇവിടെ? ഒരാളെ കാണാൻ വന്നതാ. ഈ പോലീസുകാരൻ ചന്ദ്രൻ നായർ. ചന്ദ്ര സാറ് കുറച്ചുമ്പ് പോയുള്ളൂ. കോട്ടപ്പറമ്പിലെ ഒരു ഹോട്ടലില് സ്റ്റൗ പൊട്ടിത്തെറിച്ച് കുറച്ചു പേർക്ക് പരിക്കുണ്ടായി. അവരെയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയേക്കാം. എന്താ ചോദിച്ചേ? ഞാൻ ചന്ദ്രൻ നായരുടെ ഒരു ചങ്ങാതിയാ. പേര്? വാസു. അടിവാരം വാസു. ഹലോ ഹലോ, ചന്ദ്ര സാറേ, ഓട്ടോമണിയാ സാറേ. ആ, സാറിന് അന്വേഷിച്ച് ആണ്ടിയേട്ടന്റെ കടയിലെ ഒരാള് വന്നിരുന്നു. എപ്പോ? ഇന്ന് സന്ധ്യക്ക്. എന്തിന്? അടിവാരം വാസു എന്നാ പേര് പറഞ്ഞത്. ഹലോ, സാറെന്താ ഒന്നും മിണ്ടാത്ത? അവനെന്താ പറഞ്ഞേ? സാറിന് അറിയുന്നാ പറഞ്ഞു. ഇല്ല, എനിക്കവനെ അറിയില്ല. സാറൊന്ന് പെട്ടെന്ന് വരുമോ? വരുന്നു. ആ, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ആ, ഓക്കെ സാർ. ചന്ദ്രേട്ടാ, എന്തു പറ്റി ചന്ദ്രേട്ടാ?
ഞാനാ വാസു. എനിക്കൊന്ന് കാണണം. ഞാൻ ബീച്ചിലുണ്ട്. കണ്ടേ മതിയാകൂ. കാത്തിരിക്കണേ. ശരി, ഞാൻ വരാം. എന്താ ചന്ദ്രേട്ടാ, എന്താ പ്രശ്നം? ഒന്നുമില്ല, സ്റ്റേഷൻ വരെ ഒന്ന് പോണം. ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, കഴിച്ചിട്ട് പോയാ മതി. ഇല്ല വേണ്ട, സാറ് വിളിക്കുന്നു, പോയേ പറ്റൂ. അല്ല മണിയെ, ഇന്നലെ ആരാ ആ ചന്ദ്ര സാറിനെ അന്വേഷിച്ച് ആണ്ടിയേട്ടന്റെ പീടിയയിൽ വന്നത് ചന്ദ്രൻ സാറിനെ അന്വേഷിച്ച. ഇവിടെയും കണ്ടു പരിചയമില്ലാത്ത ആളാ. അതെ ശരിയാ, എന്റെ ഓട്ടോയിൽ അയാൾ വന്നിറങ്ങിയ. വല്ല കൊലപ്പുള്ളിയാന്ന് ആർക്കറിയാം. ചിലപ്പോ ആയിരിക്കും. എന്തെങ്കിലും ആട്ടെ, നമ്മൾ നിന്നതൊക്കെ അന്വേഷിക്കുന്നേ, അവര് പോലീസുകാരല്ലേ. ഹലോ, എന്താ സാറേ? ഞാനിവിടെ ഓട്ടോ സ്റ്റാൻഡിലാ സാറേ. ഇതാ ഇപ്പൊ എത്താൻ ഞാൻ. ആരാണ്ടാ മണിയെ? ചന്ദ്രൻ സാറാ, ഞാൻ എത്തിയിട്ട് വിളിക്കാം. എന്തോ ഒരു ചൊറണ്ട്. അതെ, മണിയൊന്ന് വേഗം നാട്ടെ. മാക്സിമം നോക്കാം സാർ. വന്നപ്പോ തൊട്ടുള്ള ഇരുത്താണല്ലോ. ഉറങ്ങുന്നില്ലേ? എന്തു പറ്റി? ഞാൻ കുറെ ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഏയ് അല്ല, അതല്ല, എന്തോ ഉണ്ട്. ഞാൻ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലോ. തോട്ടാരത്തിലെ തേയിലത്തോട്ടത്തിൽ വളരുന്ന കഞ്ചാവ് കൃഷിയെ പറ്റി ഞാൻ DGPക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അത് പിൻവലിക്കണമെന്ന് പറഞ്ഞ് MLA മോൻസി തമ്പൻ എന്നെ വിളിച്ചിരുന്നു. അവരൊക്കെ വലിയ വലിയ ആളുകളാ വാസുവേട്ടാ. ആരാ? സ്ഥലമെത്തി. എന്താ നിനക്ക് വേണ്ടത്? സാർ, ഞാൻ എൻ്റെ മോനെ കൊണ്ടുപോകാൻ വന്നതാ. എന്റെ മോന, ഞങ്ങളുടെ മോനാവൻ. അതിലും ഭേദം നീ ഞങ്ങളെ കൊല്ലുന്നതാ. നിനക്ക് വേണമെങ്കിൽ അവനെ കൊണ്ടുപോകാൻ കഴിയും. തടസ്സം നിൽക്കാൻ എനിക്കോ അവൾക്കോ കഴിയില്ല. കാരണം നീ അവന്റെ അച്ഛനാ. 12 കൊല്ലം അവന്റെ അച്ഛനായിട്ട് തന്നെയാ ഈ നെഞ്ചത്തിട്ട് അവനെ വളർത്തിയത്. അമ്മ ഞാൻ കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവന്റെ അമ്മ തന്നെയാ എന്റെ വത്സല. നീ
നീ ചത്തെന്നാ കരുതിയത്. അതുകൊണ്ട് തന്നെയാ ഞങ്ങളുടെ സകലതും എഴുതി കൊടുത്ത് അവനെ അമ്മ തൊട്ടിൽ നിന്ന് എടുത്തു വളർത്തിയത്. ചത്ത് ജീവിച്ചു കഴിഞ്ഞാ സാറേ. എന്നാലും ഞാൻ പിടിച്ചു നിന്നത് മരിക്കുന്നതിടയ്ക്ക് എൻ്റെ മോനെ ഒന്ന് കാണാൻ വന്നത്. വല്ല അനാഥാലയത്തിലോ ആരാൻ്റെ വീട്ടിലെ പറമ്പിൽ പണിയെടുക്കുകയാണെങ്കിൽ കൂടെ കൂട്ടാൻ, കയ്യില്ലാത്ത എന്നെ ഒന്ന് താങ്ങി നിർത്താൻ, സ്നേഹം കിട്ടിയില്ലെങ്കിൽ അതും കൊടുക്കാൻ. എന്റെ സർവീസ് ജീവിതത്തിലെ പ്രമോഷൻ പോലും ഞാൻ വേണ്ടെന്ന് വെച്ചത് അവന് വേണ്ടിയാ. അവിടുന്ന് സ്ഥലം മാറ്റം വാങ്ങി വരുമ്പോൾ ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ മോനെ തേടി ആരും വരരുതേ എന്ന്. ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് അവൻ മാത്രമേ ഉള്ളൂ. സാർ, ഞാൻ എൻ്റെ മോനെ ഒന്ന് കണ്ടോട്ടെ. വേണ്ട. ചിലപ്പോൾ നീ അവനെ കണ്ട നിനക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നീ അവന്റെ അച്ഛനല്ലേ?